സ്വർണ്ണ കളറ് നാഗത്തിൻ്റെ ഷേപ്പിലാണ് അവർ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. മൊത്തം 170 പടിക്കെട്ടുകളുണ്ട്. ഈ 170 പടിക്കെട്ടുകൾ നമ്മൾ കയറി വേണം മുകളിലോട്ട് എത്തുവാനായിട്ട്. ഈ ബുദ്ധമത വിശ്വാസികൾ ഹോറോസ്കോപ്പിലൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാരാണ് കൂടുതൽ ആൾക്കാരും. അതുമായിട്ട് ബന്ധപ്പെട്ട എന്തോ ആചാരത്തിൻ്റെ ഭാഗമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് തൊട്ടി കാണുവാനായിട്ട്. അതിനുള്ളിൽ പൊങ്ങിക്കിടക്കുന്ന ആ പലതരത്തിൽ കാണുന്നതായിട്ടുള്ള സാധനങ്ങൾ എന്നുള്ളത് ക്യാൻഡിൽസ് ആണ്. സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ കാണുന്ന കാഴ്ച എങ്ങനെയുണ്ട്? പൊള്ളിയല്ലേ? ആക്ച്വലി സ്വർണ്ണ നിറത്തിലുള്ള ഈ ബുദ്ധൻ്റെ പ്രതിയുടെ ബാക്ക്ഗ്രൗണ്ടായിട്ട് വരുന്ന ആ സ്കൈയുടെ കളർ നോക്കിയേ, ഒരു അന്യായ വൈബായിട്ടോ, ഒരു രക്ഷയാണ്. വലിയൊരു കുന്നിൻ്റെ മേളായിട്ടാണ് ഈ ബുദ്ധമത ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ താഴത്തേക്ക് നോക്കുമ്പോഴത്തേക്കും ശരിക്കും പട്ടായയുടെ ആ സൗന്ദര്യം ഉണ്ടല്ലോ, നമുക്ക് ലൈവായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. മലൂസ് മിലൂസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. തായ്ലൻഡ് സീരീസിൻ്റെ 6ാമത്തെ വീഡിയോ ആണത്. ഇത് നമ്മൾ പോകുന്നത് പട്ടായയിലെ ബിഗ് ബുദ്ധ എക്സ്പ്ലോർ ചെയ്യാനായിട്ടാണ്. വളരെ മനോഹരമായിട്ടുള്ളൊരു ബുദ്ധക്ഷേത്രമാണിത്. തായ്ലൻഡിലെ മസ്റ്റ് വിസിറ്റ് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസിലെ ഒരു പ്രധാനപ്പെട്ട സ്പോട്ടാണിത്. നിങ്ങൾ പാക്കേജ് എടുത്തിട്ടാണ് തായ്ലൻഡ് വരുന്നുണ്ടെങ്കിൽ ഐറ്റിനറിയിൽ ഒരിക്കലും ബുദ്ധ ടെമ്പിൾ ഇല്ലാതിരിക്കില്ല. 100% ഷുവറാണ്. ഇവിടെ ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്. അതുപോലെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് വരുന്ന ബുദ്ധമത വിശ്വാസികളുമുണ്ട്. പ്രാർത്ഥിക്കാനായിട്ട് വരുന്നവർക്ക് വേണ്ടിയിട്ട് താഴെ ഒത്തിരി ഷോപ്പുകളുണ്ട്. പ്രാർത്ഥനയ്ക്ക് ആവശ്യമായിട്ടുള്ള സാമഗ്രികളെല്ലാം കിട്ടുന്ന ഷോപ്പുകളാണ്. ഇവിടെ നിന്ന് മേടിക്കാവുന്നേ ഉള്ളൂ. ഇവിടെ അസഹനീയമായ ചൂടാണിപ്പോൾ. കുട കൊണ്ടുവരുന്നത് ഒത്തിരി നല്ലതാണ്. കുട എടുക്കാനായിട്ട് മറന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ടതില്ല, ഇവിടെ കുട കിട്ടുന്നതാണ്. അങ്ങനെ നമ്മൾ ബിഗ് ബുദ്ധ ടെമ്പിളിലോട്ട് നടന്ന് കയറുകയാണ് സുഹൃത്തുക്കളെ. ഇവിടെ ടോട്ടൽ ചെറിയ ചെറിയ പടിക്കെട്ടിലായിട്ട് മൊത്തം 170 പടിക്കെട്ടുകളുണ്ട്. ഈ 170 പടിക്കെട്ടുകൾ നമ്മൾ കയറി വേണം മുകളിലോട്ട് എത്തുവാനായിട്ട്. രണ്ട് മനോഹരമായിട്ടുള്ള കൈവരികളാണ് അവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. സ്വർണ്ണ കളറ് നാഗത്തിൻ്റെ ഷേപ്പിലാണ് അവർ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. കാണാൻ അതിമനോഹരമായിട്ട് തന്നെയുണ്ട്. വളരെ ചെറിയ സ്റ്റെപ്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് മുകളിലോട്ട് എത്താൻ പറ്റുന്നുണ്ട്. അധികം ടൈമൊന്നും വേണ്ട. ഒരു 3-4 മിനിറ്റ്സ് കൊണ്ട് നമുക്ക് ഈ 170 പടിക്കെട്ടുകളും ചവിട്ടി കയറി മേളിൽ കയറാൻ പറ്റുന്നേ ഉള്ളൂ. സുഹൃത്തുക്കൾ, നമ്മളിപ്പോൾ കാണുന്ന സ്റ്റാച്ചു ആണ് ഇവിടുത്തെ ഏറ്റവും വലിയ ബുദ്ധ സ്റ്റാച്ചു എന്നുള്ളത്. ഇതൊരു ടെമ്പിളാണെന്നുണ്ടെങ്കിലും പല ടെമ്പിളിലൊക്കെ കാണുന്ന പോലെ പ്രത്യേക ഡ്രസ് കോഡുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഈ ബുദ്ധമത വിശ്വാസികൾ ഹോറോസ്കോപ്പിലൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാരാണ് കൂടുതൽ ആൾക്കാരും. അതുമായിട്ട് ബന്ധപ്പെട്ട എന്തോ ആചാരത്തിൻ്റെ ഭാഗമാണ് നമ്മളിപ്പോൾ കാണുന്നത്. താഴെ മാത്രമല്ല, ഇവിടെ മുകളിലും അതിൻ്റെ ഷോപ്പുകളുണ്ട് പ്രാർത്ഥനയ്ക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ മേടിക്കുവാനായിട്ട്. ഇവിടുത്തെ ഏറ്റവും ഒരു പ്രത്യേകത ഉള്ളത്, നമ്മൾ എവിടെ നോക്കിക്കഴിഞ്ഞാലും ഫോട്ടോ എടുക്കാനുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടാണ്. ആക്ച്വലി ഈ ടെമ്പിളിൻ്റെ കളർ കോമ്പിനേഷനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ആ റെഡ് ആൻഡ് ഗോൾഡ് കളറില്ലേ, ഒരു രക്ഷയില്ല, ഭയങ്കര നല്ല സൂപ്പറായിട്ടുണ്ട്. കല്ല്, കടൽ ചിപ്പികൾ, തടി കൊണ്ടൊക്കെ ഉണ്ടാക്കിയ ഒത്തിരി വെറൈറ്റി ആയിട്ടുള്ള ബുദ്ധൻ്റെ രൂപങ്ങളൊക്കെ നമുക്കിവിടെ വാങ്ങണമെങ്കിൽ മേടിക്കാം. ഇവിടെ പ്രാർത്ഥിക്കാൻ വരുന്നവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാമഗ്രികളും ചേർന്നിട്ടുള്ളൊരു പാക്ക് 60 ബാത്തിന് കിട്ടുമെന്നാണ് പറയപ്പെടുന്നത്. ഇപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. സുഹൃത്തുക്കളെ, ഇത് കണ്ടോ, ഇവിടെ ശൂലങ്ങളിൽ മൊത്തം കുത്തി വെച്ചിരിക്കുന്നതെല്ലാം ഈ തായ്ലാൻഡ് കറൻസികളാണ്. ഈ ശൂലത്തിൽ കറൻസികൾ കുത്തി വെച്ചിട്ട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ അവർ പ്രാർത്ഥന സഫലമാകുമെന്നുള്ളതാണ് അവരുടെ വിശ്വാസം. എന്തൊക്കെ ടൈപ്പ് ആചാരങ്ങളല്ലേ! എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇങ്ങനെ ഈ കറൻസികൾ ശൂലത്തിൽ കുത്തി വെച്ച് വേസ്റ്റാക്കി ഒരു ഉപയോഗമില്ലാണ്ട് ആക്കുന്നതിനേക്കാൾ നല്ലത് കോമൺ ആയിട്ട് ഒരു നേർച്ചപ്പെട്ടി വെച്ചിട്ട് അതിനകത്ത് നമ്മുടെ കറൻസികളെല്ലാം ഇടിയിപ്പിക്കുക. അത് കഴിഞ്ഞിട്ട് എല്ലാം കൂടെ ഒരുമിച്ച് കളക്ട് ചെയ്തിട്ട് ഏതൊരു നല്ല കാര്യത്തിന് വിനിയോഗിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്, അല്ലേ? നമ്മൾ കയറി വന്നപ്പോൾ കണ്ട ആ വലിയ ബുദ്ധൻ്റെ പ്രതിമ കൂടാണ്ട് വേറെയും ഒട്ടേറെ ബുദ്ധൻ്റെ പ്രതിമകൾ ഇവിടെയുണ്ട്. ഇതൊരു ടെമ്പിൾ ആയതുകൊണ്ട് തന്നെ പ്രവേശനം സൗജന്യമാണ്. യാതൊരു ഫീസൊന്നും കൊടുക്കേണ്ടതായിട്ടില്ല ഇവിടെ വരുവാനായിട്ട്. ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് തൊട്ടി കാണുവാനായിട്ട്. അതിനുള്ളിൽ പൊങ്ങിക്കിടക്കുന്ന ആ പലതരത്തിൽ കാണുന്നതായിട്ടുള്ള സാധനങ്ങൾ എന്നുള്ളത് ക്യാൻഡിൽസ് ആണ്. ദൂരെ നിന്ന് കാണുമ്പോഴത്തേക്കും അത് തികച്ചും പൂവാണെന്ന് നമുക്ക് തോന്നുള്ളൂ. ആക്ച്വലി ഇപ്പോൾ ഇവിടെ നല്ല വെയിലുണ്ടെങ്കിലും നല്ല കാറ്റുമുണ്ട്. ഈ കാറ്റുള്ളത് കൊണ്ടിട്ടാണ് ശരിക്കും ആ ക്യാൻഡിൽസ് അവർ കത്തിക്കാത്തത്. സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ കാണുന്ന കാഴ്ച എങ്ങനെയുണ്ട്? പൊള്ളിയല്ലേ? ആക്ച്വലി സ്വർണ്ണ നിറത്തിലുള്ള ഈ ബുദ്ധൻ്റെ പ്രതിയുടെ ബാക്ക്ഗ്രൗണ്ടായിട്ട് വരുന്ന ആ സ്കൈയുടെ കളർ നോക്കി, ഒരു അന്യായ വൈബായിട്ടോ, ഒരു രക്ഷയില്ല. ഈ ബുദ്ധൻ്റെ പ്രതിമ 1977 നിർമ്മിച്ചതായിട്ട് പറയപ്പെടുന്നു. ഇതിൻ്റെ ഹൈറ്റ് എന്നുള്ളത് 18 മീറ്ററാണ്. ലുവാങ് ഫോയായി എന്നാണ് ഈ സ്റ്റാച്ചുവിൻ്റെ പേര്. ശരിക്കും നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ബുദ്ധ ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത് ആക്ച്വലി ഒരു വലിയൊരു കുന്നിൻ്റെ മുകളിലാണ്. നമ്മളുടെ വണ്ടിയിൽ വന്നത് വലിയ വളവും തിരിവുമുള്ള വഴി കൂടെയാണ്. ഒരു വലിയൊരു കയറ്റത്തിൻ്റെ മുകളിലാണ് നമ്മൾ എത്തിച്ചേർന്നത്. ഞങ്ങൾ വന്ന പാത എന്നുള്ളത് വളരെ മനോഹരമായിട്ടുള്ള പാതയായിരുന്നു. ഇരുവശങ്ങളിൽ നല്ല പച്ചപ്പ് നിറഞ്ഞ വഴി കൂടെയാണ് വന്നത്. നമ്മുടെ ഈ വീഡിയോയുടെ ലെങ്ത് അധികമാക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ആ ക്ലിപ്സ് ഇതിനകത്ത് ആഡ് ചെയ്യാത്തത്. നമ്മുടെ മലേഷ്യൻ ട്രിപ്പിൽ ഇതുപോലൊരു ബുദ്ധ ടെമ്പിൾ നമ്മൾ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. ചുൻസ്വി കേവ്സ് ടെമ്പിൾ എന്നാണ് ആ ടെമ്പിൾ. ആ വീഡിയോ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ മുകളിൽ ഒരു കാർഡ് കൊടുക്കുന്നതായിരിക്കും, നിങ്ങൾക്ക് ചെന്ന് കാണാവുന്നേ ഉള്ളൂ. ബുദ്ധൻ്റെ പലതരത്തിലുള്ള പ്രതിമകൾ ഇവിടെ നിരനിരയായിട്ട് സ്ഥാപിച്ചു വെച്ചിട്ടുണ്ട്.
അതിന് മുന്നിലായിട്ട് ഓരോ കാണിക്കപ്പെട്ടികൾ വെച്ചിട്ടുണ്ട്. വെയിലായതുകൊണ്ടാവണം അധികം തിരക്കൊന്നുമില്ല. ശരിക്കും അത് നമുക്കൊരു അനുഗ്രഹമാണ്. എന്താ പറയുക, നല്ല രീതിയിൽ വീഡിയോസ് എടുക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ ഒരിക്കൽ കൂടി ആവർത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സുഹൃത്തുക്കളെ, നമ്മളീ കാണുന്ന കാഴ്ചകളെല്ലാം തായ്ലാൻഡിനകത്തുള്ള കാഴ്ചകളാണ്. നമ്മുടെ മനസ്സിലുള്ള കൺസെപ്റ്റെല്ലാം മാറ്റി വെക്കാം. ഫാമിലിക്ക് തീർച്ചയായിട്ടും വന്ന് കറങ്ങാൻ പറ്റുന്ന രാജ്യം തന്നെയാണ് തായ്ലാൻഡ്. തീർച്ചയായിട്ടും ഫാമിലിയായിട്ടും ബാച്ചിലേഴ്സായിട്ടും വന്ന് അടിച്ചു പൊളിക്കാൻ പറ്റുന്ന ഒരു രാജ്യം തന്നെയാണ് തായ്ലാൻഡ്. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി വലിയ പൊക്കത്തിൽ വലിയൊരു കുന്നിൻ്റെ മേളായിട്ടാണ് ഈ ബുദ്ധമത ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ താഴത്തേക്ക് നോക്കുമ്പോഴത്തേക്കും ശരിക്കും പട്ടായയുടെ ആ സൗന്ദര്യം ഉണ്ടല്ലോ നമുക്ക് ലൈവായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇതൊരു നല്ലൊരു ഫോട്ടോ പോലെ തന്നെയാണ്. താഴത്തേക്ക് നോക്കിക്കഴിയുമ്പോഴത്തേക്ക് മനോഹരമായിട്ടുള്ള പട്ടായയിലെ ബിൽഡിങ്സുകളും പിന്നെ ബീച്ച് കാര്യങ്ങളൊക്കെ എല്ലാം കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾ ഇവിടെ നിന്ന് അടുത്ത് പോകുന്ന വ്യൂ പോയിന്റിലാണ്. അവിടെ നന്നായിട്ട് പട്ടായയുടെ ടോപ്പ് വ്യൂ കാണാൻ പറ്റുമെന്നാണ് പറയപ്പെടുന്നത്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ പ്ലേലിസ്റ്റിൽ പോവുക. അവിടെ ഒത്തിരി ഫോൾഡേഴ്സ് ഉണ്ട്. ഈ തായ്ലൻഡ് മാത്രമല്ല, മലേഷ്യ, UAE, സൗദി, ബഹ്റൈൻ, ഖത്തർ എന്നീ രാജ്യങ്ങളിലെ വീഡിയോസ് അതിലുണ്ട്. നിങ്ങൾ ചെന്ന് കാണുക. ഇനിയും ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടെയുള്ള ബെൽ ബട്ടൺ അമർത്തുക. എന്നാലേ എൻ്റെ പുതിയ വീഡിയോസിൻ്റെ അപ്ഡേഷൻസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. തായ്ലാൻഡിലൂടെയുള്ള ഈ ഒരു യാത്ര അവസാനിക്കുന്നില്ല. മനോഹരമായ ഒത്തിരി വീഡിയോസ് വീണ്ടും വരാനുണ്ട്. പുതിയൊരു വീഡിയോ ഇട്ട് വീണ്ടും വരുന്നവരേക്കും ബൈ.